നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് വീണ്ടും സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KT ജെംസിയാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യം ലോക വനിതാ ദിനം കൂടിയാണ്. വനിതകളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിനം കൂടിയാണ് ഈ വനിതാ ദിനം. ഇന്നത്തെ ഈ ദിവസം പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ജംസിയ KT. അവരെ ഞാൻ ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം മാഡം. താങ്ക് യു. അപ്പോൾ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ നേരിയാണ്. ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ കുറച്ച് ലേറ്റായി, കാരണം താമസിച്ചു. ഞങ്ങൾ ചെയർപേഴ്സണായി അടുത്ത് തന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വ്യക്തിത്വമായിരുന്നു. കുറച്ച് വൈകിപ്പോയി. മാഡത്തിൻ്റെ തിരക്കും ഞങ്ങളുടെ തിരക്കും ഒക്കെപ്പാടെ ഒരുമിച്ച് വന്നപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു അത് നേരിട്ടത്. എങ്കിൽ കൂടി അല്പം വൈകിയാണെങ്കിലും ഈ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയതിൽ ഞങ്ങൾ അഭിനന്ദനം നേരുകയാണ്. ഒരുപാട് സ്വാഗതം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു നഗരസഭയുടെ ചെയർപേഴ്സണായി ഇപ്പോൾ ഒരു മാസത്തിലധികമായിട്ട് പിന്നിടുകയാണ്. എന്താണ് ഒരു അനുഭവം? എന്താ അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ അഭിമുഖീകരിക്കാത്തൊരു പ്ലാറ്റ്ഫോമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടേതായുള്ളൊരു ജീവിതശൈലിയിലൂടെ ജീവിച്ചു പോകുന്ന ഒരു പേഴ്സണായിരുന്നു. കുടുംബജീവിതം, കുട്ടികളുടെ കാര്യം ഒക്കെ ആയിട്ട് അങ്ങനെ പോണ ഒരു നാട്ടുംപുറക്കാരത്തിയായിരുന്നു. അപ്രതീക്ഷിതമായി പുതിയൊരു ജീവിതം കൂടി, അല്ലെങ്കിൽ പുതിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നതും അതിനുശേഷം ഒട്ടും അവിചാരിതമായിട്ടായിരുന്നു ഒരു നഗരസഭയുടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ നയിക്കാൻ അതിൻ്റെ സാരഥി എന്ന നിലയിൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുന്നതും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. എങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പിന്? അതായത് നേരത്തെ ജനങ്ങളുമായിട്ട് ഈ വിധം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിരുന്നു? ബന്ധം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മോൾ പഠിക്കുന്ന സ്കൂളിൽ 2 വർഷത്തോളമായിട്ട് PTA പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏത് സ്കൂളത്? ALP സ്കൂൾ കരിങ്കറ. അവിടെ MPTA PTA പ്രസിഡൻ്റായിരുന്നു. MPTA അല്ല, PTA പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പാരൻസിൻ്റെ ഇടയിലൊക്കെ ആ ഭാഗത്തുള്ളവരായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഒരു പൊതുപ്രവർത്തനമായിട്ടല്ല, പക്ഷെ ആളുകളായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, പുറത്തുള്ള ആളുകളായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അതുമാത്രമാണ്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാലും, മക്കളെ കാര്യങ്ങളായാലും വീട്ടിലേക്കുള്ള കാര്യങ്ങളായാലും. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും വണ്ടി ഓടിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആളുകൾക്ക് അറിയായിരുന്നു എന്നെ. നാട്ടിൽ ഒരു ജനസമ്പർക്കം ഉള്ളൊരു വ്യക്തി തന്നെ ആയിരുന്നു. അതാണ് ഒന്നാമത്, ഈ വാഹനങ്ങൾ ഓടിക്കും എന്നുള്ള തരത്തിൽ ആ ഒരു മേഖലയിൽ എല്ലാവർക്കും അറിയപ്പെടുന്നു. അത് കാറ്, സ്കൂട്ടി അല്ലാതെ അതുകൊണ്ടാണ് ആളുകൾ അറിയപ്പെട്ടത്. ഈ പാർട്ടി ഇങ്ങനെ ഒരു ഓഫർ മുന്നിലേക്ക് വെച്ചപ്പോൾ സധൈര്യം അത് ഏറ്റെടുക്കുക തന്നെയായിരുന്നു. അതെ അതെ. നമ്മൾ ആ പാർട്ടിയിൽ നിലകൊള്ളുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പാർട്ടി കുടുംബം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓഫർ വന്നപ്പോൾ സന്തോഷം ഏറ്റെടുത്തത് തന്നെയായിരുന്നു. തൂത 2ാം വാർഡിൽ നിന്നാണ് വിജയിച്ചത്. 67 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ 2 ടേമായിട്ട് നഗരസഭയായി നിലവിൽ വന്ന ശേഷം ലീഗ് ജയിച്ചു വരുന്നൊരു വാർഡായിരുന്നു അത്. അവിടെയാണ് അതിൻ്റെ മുന്നേ പഞ്ചായത്തായിട്ട് അവിടെ ലീഗിൻ്റെ ഒരു ആധിപത്യമുള്ള വാർഡ് തന്നെയായിരുന്നു. നഗരസഭയായ ശേഷവും അത് അങ്ങനെ തുടർന്ന് വരികയായിരുന്നു. അങ്ങനെയുള്ളൊരു വാർഡാണ് ഒരു യുവസാരഥിയിലൂടെ ഇടത് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചതെന്ന് കേൾക്കുന്നു. അങ്ങനെ ആ വാർഡ് മത്സരിച്ച് പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയല്ല ഉണ്ടായത്. അപ്പോൾ ആ ജനങ്ങൾ എന്തായിരുന്നു, ആ ജനങ്ങളിൽ നിന്ന് കിട്ടിയൊരു പ്രതികരണം? ആ സമയത്തൊക്കെ മത്സരിക്കുമ്പോൾ നമുക്ക് വിജയിക്കുന്നൊരു ആത്മവിശ്വാസത്തോടെ തന്നെയാണോ ജനങ്ങളെ സമീപിച്ചതും പോരിനിറങ്ങിയതും? അതെ അതെ, തീർച്ചയായും. ഇത്രയും ആത്മവിശ്വാസം തോന്നാണ്ടായ കാരണം? ആത്മവിശ്വാസം തോന്നാന്ന് പറഞ്ഞാൽ, അവർക്ക് ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ളത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഉണ്ടായിരുന്നു. ഒരു മാറ്റം അവിടെ വേണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിപ്പോൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമായിട്ട് തന്നെ ആ ഒരു അഭിപ്രായത്തിൽ മുമ്പോട്ട് പോയിരുന്ന ഒരു ജനസമൂഹം തന്നെയായിരുന്നു 2ാം വാർഡ്. അപ്പോൾ പിന്നെ നമുക്കതൊരു വിജയം അവിടെ സുനിശ്ചിതം തന്നെയായിരുന്നു. അല്ലാതെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ജയിച്ചതല്ല, വിജയം നമുക്ക് ഉറപ്പിച്ചിരുന്നു അവിടെ. ജനങ്ങളായിട്ട് പ്രചരണ സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ചുറുചുറുക്കോടെ സംസാരിക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അന്നൊക്കെ ഇപ്പോൾ ഈ ചിരി പോലെ തന്നെ അന്നും ആ ചിരി മുഖത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ക്യാരക്ടർ ഇതുപോലെ തന്നെയാണ്. അന്നും ഇന്നും ഇതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അതിൽ നമുക്കൊരു മാറ്റം ഇപ്പോഴും ഞാൻ വരുത്തിയിട്ടില്ല, അന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പോൾ വളരെ ചെറു പ്രായം കൂടിയാണല്ലോ. അപ്പോൾ
ഞാൻ മനസ്സിലാക്കിയത് ബി.എഡ് ഒക്കെ ബിരുദധാരിയാണ്. ബി.എഡ് ഏതായിരുന്നു? ഞാൻ മാത്സ് ആയിരുന്നു. അപ്പോൾ അധ്യാപന രംഗത്തേക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് ചൂട് വെക്കാനുള്ളൊരു ശ്രമത്തിനിടെയാണ് ഈ മത്സര രംഗത്തേക്ക് വരുന്നതും ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുന്നതും. എങ്ങനെയാണ് ആ ഒരു ഫീൽഡ് എങ്ങനെയായിരുന്നു? ഞാൻ പഠനം +2 കഴിഞ്ഞേക്കാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. പിന്നെ അതിന് ശേഷമുള്ള പഠനമൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഡിഗ്രി എടുത്തതും. ഡിഗ്രി BSc മാത്സ് ആയിരുന്നു. അതിനുശേഷം പിന്നെ B.Ed എടുത്തതും ഒക്കെ. പിന്നെ ട്യൂഷന് പഠിപ്പിച്ചായിരുന്നു, ട്യൂഷൻ എടുത്തായിരുന്നു, വീട്ടിൽ ട്യൂഷൻ എടുത്തായിരുന്നു. പിന്നെ PSc ഇങ്ങനെ നോക്കി ഇരിക്കുന്ന ടൈമിലാണ് ഈ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ അതിലൊരു കൈ നോക്കാം എന്നുള്ളൊരു ഇതിൽ നിന്നതാണ്. അപ്പോൾ പിന്നെ കൗൺസിലറായി, അതിലൊരു ഡബിൾ പ്രൊമോഷൻ എന്നുള്ള നിലക്ക് ചെയർപേഴ്സണും ആയത്. ഈ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ മറ്റോ പ്രവർത്തിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു നിലപാട് ഉണ്ടാവുമല്ലോ. ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു വളർന്നതോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചറിഞ്ഞ കുറച്ച് നിലപാടുകൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ നിന്ന്. എൻ്റെ വീട്ടിൽ നിന്നുള്ള സാഹചര്യങ്ങൾ അങ്ങനെ നമ്മൾ ഈ ഒരു പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പാർട്ടി വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനോട് പിന്നെ നമ്മൾ പൊതുരംഗത്ത് പാർട്ടി തലത്തിലൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. കല്യാണത്തിൻ്റെ മുമ്പായാലും ശേഷമായാലും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നിലപാട് ഇടതുപക്ഷ അഭിമുഖ്യമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ളൊരു നിലപാടിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ നമുക്ക് അതിനോട് കൂടുതൽ അവർ വന്ന് പറഞ്ഞപ്പോൾ നോ പറയേണ്ട ഒരു ഇതുണ്ടായിരുന്നില്ല. നമ്മൾ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചതാണ്. എങ്ങനെയായിരുന്നു അന്ന് അവർ വന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കൂടി? ഇപ്പോൾ ഇത്തരം ഒരു മത്സര രംഗത്ത് ഇറങ്ങുക പറഞ്ഞാൽ നമ്മളൊരു വിവാഹിതയാണ്, മക്കളുണ്ട്, കുട്ടികളുടെ ഭർത്താവുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമുക്കൊരു തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ളവരുടെ ഒരു സപ്പോർട്ട്, ഇങ്ങനൊരു പൊതു രംഗത്തേക്ക് ഇറങ്ങുകയാണല്ലോ, ഒരു വനിത എന്നുള്ളത് ആദ്യമായിട്ട് ഇറങ്ങുകയാണ്, നേരത്തെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ? സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെ ആണല്ലോ നമുക്ക് മെയിനായിട്ട്. കല്യാണത്തിന് ശേഷം ഇപ്പം നമുക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് വേണ്ടത് ഭർത്താക്കന്മാരുടെ ആയിരിക്കും. അപ്പോൾ അവർ നിൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ അതുപോലെ ചെയ്തോ എന്നുള്ളൊരു ഒപ്പീനിയനായിരുന്നു ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിലത്തെ അഭിപ്രായം ചോദിച്ചു, എൻ്റെ വീട്ടിലത്തെ. അപ്പോൾ അവർക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പാർട്ടി കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നിന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു കാർഷിക കുടുംബമാണോ? എങ്ങനെയാണ് കൃഷിയൊക്കെ ആയിട്ട് വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു പോയിരുന്നോ? ഹസ്ബൻഡ് കർഷകനാണ്. അവിടെ ഓൾമോസ്റ്റ് ഞങ്ങളെ ഭാഗത്തുള്ളവരെല്ലാവരും കർഷകരാണ്. ഹസ്ബൻഡിനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ തൂതപ്പുഴയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഓരത്ത് കഴിയുന്ന കുറച്ച് കർഷക സമൂഹം അടങ്ങുന്നതാണ് തൂത 2ാം വാർഡ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ വരുന്നത്. ഓൾമോസ്റ്റ് ആളുകളും കർഷകർ തന്നെയാണ്. ചേന, വാഴ, നെല്ല് പോലത്തെ പച്ചക്കറി പോലത്തെ എല്ലാതും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരാണ് കുടുംബം. അത് ആ കുടുംബത്തിൽ നിന്ന് ആണ് ഇപ്പോൾ ഒരു പൊതുരംഗത്തേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണോ കുടുംബത്തിൽ നിന്ന്? അതോ വേറെ ആരെങ്കിലും മുന്നേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല, ലേഡീസ് ആണോ ഉദ്ദേശിച്ചത്? ലേഡീസ് ആയാലും ജെൻസ് ആയാലും? ഇല്ല. പക്ഷേ ഒരു ഇടത് ആഭിമുഖ്യമുള്ള കുടുംബമാണ്, ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ഉള്ളിൽ എന്തെങ്കിലും ഭയം ഉണ്ടായിരുന്നോ വരുമ്പോൾ? അതായത് പൊതുരംഗത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും പേടിയോ തോന്നിയിരുന്നോ? പേടി തരത്തിൽ നമുക്കിപ്പോൾ എന്തോ പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ചൊരു ആശങ്കയും എല്ലാ ആളുകൾക്കും ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ഒരു ആശങ്കയും ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്ന ആ ഒരു തരത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതുമായിട്ട് ഒരു ട്രാക്കിൽ കയറി അതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു ഇതിൽ അങ്ങനെ പോകുന്നുണ്ട്. നമുക്കൊന്ന് പാർട്ടിയുടെ ഒരു പിന്തുണ, അതായത് ഈ കാര്യത്തിൽ പുതിയ ആൾ എന്ന നിലയ്ക്ക് അവർ എത്രത്തോളം പിന്തുണ മാനസികമായിട്ടൊക്കെ നമുക്ക് തരുന്നുണ്ട് പാർട്ടി? അത് നന്നായിട്ടുണ്ട്. നല്ല സപ്പോർട്ടുണ്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന്. പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം ചെർപ്പശ്ശേരി പോലൊരു നഗരസഭ രൂപീകൃതമായി 3ാമത്തെ ഭരണസമിതിയാണ് ഇവിടെ വരുന്നത്. ആ ഭരണസമിതിയുടെ ചെയർപേഴ്സണായിട്ടുള്ളൊരു വലിയ ചുമതല ഏൽപ്പിക്കുമ്പോൾ തോന്നിയ വികാരം എന്തായിരുന്നു? നമുക്കറിയാലോ ചെർപ്പശ്ശേരി നഗരസഭ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു തവണ ആദ്യ ടൈമിൽ UDF-ഉം അതിനുശേഷം LDF-ഉം ഭരിച്ചു.
ആ LDF ഒരു തുടർഭരണം കിട്ടിയ സാഹചര്യം കൂടിയാണ്. അത് ആലോചിക്കണം. നമ്മളൊരു സർക്കാരിൻ്റെ ഒരു തുടർഭരണം കിട്ടുന്ന പോലെ തന്നെ ഒരു ജനങ്ങളുടെ അംഗീകാരമായിട്ടാണല്ലോ വീണ്ടും ആ ഭരണസമിതി തന്നെ തിരഞ്ഞെടുക്കപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണസമിതി കൂടുതൽ ഉത്തരവാദിത്തം നിറവേറ്റാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ചോദ്യം അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യണം കാര്യങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ. ഞാൻ ഇതിൽ ഇറങ്ങി പിന്നെ ചെയർപേഴ്സണാണ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആവണം എന്നുള്ള ഒരു സജഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ മുൻ ചെയർമാൻ എൻ്റെ നാട്ടുകാരനാണ്. നമ്മൾ അവരെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചന്ദ്രേട്ടൻ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു മേഖല, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനൊക്കെ ഒരു ഏകദേശം ഒരു മുൻധാരണ ഉണ്ടാക്കിയെടുത്തിരുന്നു, ചോദിച്ചറിഞ്ഞിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഭാഗം കുറച്ച് ക്ലിയർ ആയിരുന്നു. എന്തൊക്കെ നമ്മുടെ കൈകളിൽ കൂടെ പോവേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അന്ന് നേതാക്കന്മാർ, ചെയർമാൻ ഉൾപ്പെടെയുള്ള മുൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അനുഭവ സമ്പത്തുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ പിന്നെ ഓരോ മേഖലകളിൽ നമ്മളെങ്ങനെയൊക്കെ അത് ഇടപെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നായിരുന്നു, ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പം നമുക്കത് ആ ഒരു ഭാഗമൊക്കെ കുറച്ച് ക്ലിയർ ആക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കൗൺസിലറായി കഴിഞ്ഞു, 1.5 മാസത്തോളം പിന്നിടുകയാണ്, 2 മാസത്തോളമായി. എങ്ങനെയായിരുന്നു ഈ ജനങ്ങളായിട്ടുള്ള അഭിമുഖീകരണം? നമ്മളിപ്പോൾ മേഡം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലേക്ക് നമ്മൾ ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഉയരത്തിൽ നമുക്ക് നിരന്തരം ജനസമ്പർക്കമാണ്, നമ്മൾ കാണാൻ ആളുകൾ വരുന്നുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. വലിയ നേതാക്കൾ നമ്മൾ അവരായിട്ട് ആശയവിനിമയം നടത്തേണ്ടത്, അവരെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം എങ്ങനെയായിട്ടാണ് കാണുന്നത്? പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായ ഈ അനുഭവം? പറഞ്ഞല്ലോ, ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതോ ആളായിട്ട് മിങ്കിളാവുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എനിക്കൊരാളെ അഭിമുഖീകരിക്കേണ്ട കാര്യത്തിന് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. ഒരു ഇൻട്രോവേർട്ട് അല്ല ഞാൻ. സ്വതവേ ഞാൻ ആദ്യമേ ഇതാണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്കൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ സംസാരിക്കേണ്ട തരത്തിലാണെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിൽ അത് സംസാരിച്ച് അതെന്താണെന്നുള്ളത് പഠിക്കാൻ ഞാൻ സ്വമേധയെ ശ്രമിക്കുന്ന ഒരാളാണ്. അത് ഈ ഒരു മേഖലയാണെങ്കിലും അല്ല, ഞാൻ അറിയാത്തതാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതിപ്പോൾ ഇവിടെ ചോദിച്ചാൽ അറിയാം, നമുക്ക് വേറെ കൗൺസിലർമാരോടാണെങ്കിലും ഇപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടാണെങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ട് ഒരു കുറവും കരുതേണ്ട കാര്യമില്ല. എല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളായിരിക്കില്ല. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ എല്ലാം തികഞ്ഞവരായിട്ട് ആരും ജനിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അതിൽ ഒരു കുറവ് തോന്നേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളായിട്ട് ഇപ്പോൾ ഒരു മേഖലകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടേതായ രീതിയിൽ സംസാരിക്കും. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും, നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യും. അങ്ങനെയാണ് ഇതുവരെ ഞാൻ ചെയ്തു പോരുന്ന ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള അപ്രോച്ച് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കൗൺസിൽ മാറി പുതിയൊരാളാണ് എന്നുള്ള രീതിക്ക് തന്നെയാണോ അവരും പെരുമാറുന്നത്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ? ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ അവർ നല്ല സപ്പോർട്ടാണ്. അവർക്കറിയാമല്ലോ നമുക്ക് എത്രത്തോളം അതിനെക്കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനൊക്കെ നന്നായിട്ട് അവർ കൂടെ നിൽക്കാറുണ്ട്. സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും, ഇപ്പോൾ സെക്രട്ടറി ആണെങ്കിലും മറ്റു കൗൺസിലേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഇപ്പോൾ ബജറ്റ് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ഈ ഭരണസമിതി കുറേ കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അവർ തുടങ്ങി വെച്ച പദ്ധതികൾ എങ്ങനെയാണ് നഗരസഭയുടെ വികസന കാര്യങ്ങളൊക്കെ? കുറച്ചൊക്കെ നമ്മളിപ്പോൾ ബജറ്റൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നഗരസഭയുടെ വികസന കാര്യങ്ങളൊക്കെ ഒരു ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് സമീപിക്കുന്നത്? ഇപ്പോൾ പുതിയ പദ്ധതികളുണ്ട്. നമ്മൾ കാഴ്ചപ്പാട് നഗരവികസനമൊക്കെ നടപ്പായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. അപ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവില്ല എങ്ങനെ മാറ്റിയെടുക്കണമെന്നൊക്കെ. പദ്ധതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പദ്ധതി എന്നോണം നമ്മൾ കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചതാണ് പുതിയ ബസ് സ്റ്റാൻഡ്, പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വിത്ത് ബസ് സ്റ്റാൻഡുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പുതിയൊരു പദ്ധതി എന്നോണം. പിന്നെ നമ്മുടെ പുതിയ സ്റ്റേഡിയം, അതൊരു പദ്ധതിയാണ്. പിന്നെ നമ്മുടെ വാർഷിക പദ്ധതിയിൽ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള പുതിയൊരു ആംബുലൻസ് വാങ്ങുന്ന കാര്യം. അതുപോലെ പുതിയ പദ്ധതിയിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കരൾ ശസ്ത്രക്രിയക്ക് വിധേയമായവരെ ഒരു ധനസഹായമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിലവിൽ ഹൃദയം പദ്ധതി എന്ന് പറയുന്ന ഒരു ഡയാലിസിസ് മേഖലയിൽ ഉള്ള രോഗികൾക്ക് നൽകുന്നൊരു ധനസഹായം
കൊടുത്തു പോരുന്നതാണ്. അതോടൊപ്പം നമ്മൾ ക്യാൻസർ രോഗികളെയും കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞവരെ കൂടെ ചേർക്കാൻ, അല്ലെങ്കിൽ അവരെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് പോകുന്ന ഒരു പുതിയ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള പുതിയ പദ്ധതി എന്ന് പറയുന്നത് ആംബുലൻസ് വാങ്ങുന്നത്. പിന്നെ നമ്മുടെ ടൂറിസം അത് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ മാലിന്യമുക്ത നഗരസഭ നിലനിർത്തി കൊണ്ടുപോവുക. നിലവിൽ മാലിന്യമുക്ത നഗരസഭയാണ്. അത് കൂടുതൽ പ്ലാസ്റ്റിക് വിമുക്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ കുടുംബശ്രീയുടെ മുഖേന സംരംഭകരെ കൊണ്ടുവന്ന് ഒരു സംരംഭക വർഷമാക്കി ഈ ഒരു വർഷത്തെ കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ബജറ്റിലായാലും വാർഷിക പദ്ധതിയിലായാലും. അതിനോടകം അവർക്ക് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതോടൊപ്പം നമ്മളൊരു തുണി ഉൽപ്പന്നമായിട്ട് സഞ്ചി നിർമ്മിച്ച് നഗരസഭയുടെ ബ്രാൻഡാക്കി കടകളിലൂടെയെല്ലാം വിൽപ്പന നടത്തി അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാനും, പിന്നെ ചെറിയ യൂണിറ്റുകളായിട്ട് അവർക്ക് കഴിയുന്ന തരത്തിലുള്ള എന്ത് സംരംഭമാണോ തുടങ്ങാൻ ആഗ്രഹം അത് തുടങ്ങാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ നഗരസഭയുടെ ഭാഗത്ത് കുടുംബശ്രീ യൂണിറ്റുകളായിട്ട് ഈ ഒരു വർഷത്തെ കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ സമഗ്ര കുടിവെള്ള പദ്ധതി അത് പൂർത്തിയാക്കുക എന്നുള്ള ഒരു കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചതാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളും കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തടയണ ആയാലും പിന്നെ തടയണയുടെ കുറച്ചൊരു പ്രോസസ്സിങ് കൂടെ ഉള്ളൂ ചെയ്യാൻ ബാക്കിയുള്ളത്. നമുക്കറിയാം, നമ്മൾ മാത്രമല്ല അതിൽ ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള തൃക്കടേരി, അനങ്ങനടി, ചളവറ പഞ്ചായത്തും ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയും കൂടിയിട്ടുള്ള ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി. അപ്പോൾ നമ്മുടെ എല്ലാ വർക്കുകളും ലൈൻ വർക്കായാലും ഹൗസ് കണക്ഷൻ ആയാലും നമ്മുടെ നിലവിലുള്ള അമൃത് കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കായിട്ട് അത് ഈ ഒരു ഓഗസ്റ്റോട് കൂടി അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വരുന്ന ഓഗസ്റ്റോട് കൂടി ആ സമഗ്ര കുടിവെള്ള പദ്ധതി നാട്ടിൽ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള. ഇനി അതിന് വേറെ ഒരു ഇഷ്യൂസോ ഒരു കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് കഴിയുമെന്നാണ് നമ്മുടെ ഒരു ഭാഗത്തു നിന്ന് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ. കുടിവെള്ളം ലഭ്യമാണ്. നഗരസഭയുടെ നിലവിലുള്ള വികസന കാഴ്ചപ്പാടിനൊപ്പം മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. എങ്ങനെയാണ് ഈ പദ്ധതികളും ഇതൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ പറ്റി വിശദമായി പഠിക്കാറൊക്കെ ഉണ്ട്? ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് വീട്ടിലൊക്കെ പോയി അതിനൊക്കെ പറ്റി പഠിക്കാറുണ്ട്? ഞാൻ നോക്കാറുണ്ട്. നമ്മൾ ഒരുവിധം നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങളും അറിയണമെങ്കിലും ഒന്നുമില്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് നോക്കാറുണ്ട്. എന്തറിയാത്ത കാര്യങ്ങളോ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുമല്ലോ. പിന്നെ അതേപോലെ തന്നെയാണ് ചന്ദ്രേട്ടനോട് ഏത് പദ്ധതിയുടെ ഏത് കാര്യം ഫുൾ ബ്രീഫ് നോട്ട് ചന്ദ്രേട്ടൻ്റെ കയ്യിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു പുതിയ ഇവിടെ തന്നെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ അതിനെ പറ്റി തലേദിവസം ഒന്ന് നമുക്കറിയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അറിയാത്ത ഒരു തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടെ പഠിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. അതെ, പഠിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്ത് പറയണമെന്ന് അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിന് എന്ത് ആൻസർ നമ്മൾ പറയണം എന്നുള്ളത് മുൻകൂട്ടി ഒന്ന് വെക്കാറുണ്ട്. പഠിച്ച് നഗരസഭയുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതെ. ഇപ്പോൾ ആളുകളൊക്കെ ചേംബറിലേക്ക് കാണാനൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പുതിയ ചെയർപേഴ്സണെ സ്വീകരിക്കുന്നത്? നല്ലൊരു ആൾ കൂടിയാണല്ലോ. എപ്പോഴും ഈ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ആളുകൾ കാണാൻ വരുമ്പോൾ ഒരു ചിരിച്ച മുഖമായിട്ട് എങ്ങനെയാണെന്നോ അവർ നന്നായി നമ്മൾ സാധാരണ പോലെ സംസാരിക്കാറല്ലേ ഉള്ളൂ. നമ്മളൊരു അധികാരിയാണ് അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആരോടും ആ ഒരു അധികാരത്തിൻ്റെ മേൽ സംസാരിച്ചിട്ടില്ല ഇതുവരെ. നമ്മളുടെ ഒരു വീട്ടിലുള്ള ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യുക അതുപോലെയാണ് ഞാൻ ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ആ സന്തോഷം അവരെ യാത്രയാക്കി വിടുക, അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നുണ്ടോ? ചെയർപേഴ്സൻ്റെ ഒരു പദവി കൂടി കിട്ടിയിരിക്കുകയാണല്ലോ നമുക്ക്. ചെയർപേഴ്സൺ പദവി തന്നെ നമ്മൾ വിചാരിക്കാതെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാഴ്ചപ്പാടോടെ കൂടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടോ? നടപ്പാക്കാൻ കഴിഞ്ഞോളാം പേഴ്സണലായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? ഞാൻ മുഖ്യമന്ത്രിയായ എനിക്ക് അത് ചെയ്യാന്നൊക്കെ പറയാം, അതുപോലെ തോന്നാറുണ്ടോ? അതുപോലെ അങ്ങനെ തോന്നാറുള്ളത് നമ്മൾ എന്ത് ഒരാവശ്യം പറഞ്ഞ് ഇവിടെ വരുന്ന ആളുകളും വരുമ്പോൾ അവർക്ക് അത്
ചെയ്യാൻ പറ്റാതെ ഇവിടുന്ന് പോവരുത്, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടാതെ ഇവിടുന്ന് ഇറങ്ങി പോവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ നമ്മൾ എന്തൊരു ആവശ്യങ്ങൾക്ക് ഇവിടെ മുനിസിപ്പാലിറ്റി എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? എന്തെങ്കിലും ആയിട്ട് അവരുടെ അതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനാണല്ലോ ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഇല്ലാതെ ഇവിടുന്ന് ഇറങ്ങി പോവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മളോട് ഒരു കാര്യം നമ്മളോട് ഇപ്പോൾ നമ്മളെ വാർഡിലുള്ള ഒരു കാര്യങ്ങളാണെങ്കിലും ഇത് പറയുമ്പോൾ അതിന് നോ പറയേണ്ട തരത്തിലുള്ള ഒരു ഇത് നമ്മളെ കയ്യിലുണ്ടാവരുത്. അത് ചെയ്തു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മൾ നോക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇത് നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ള അതിനൊരു ലാഗ് വരുത്തരുത്, അതിനൊരു ഡിലേ വരുത്താതെ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഓഫീസിനെ സമീപിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു സാധാരണക്കാരിയായിരുന്നു. നമ്മളെങ്ങനെയാണ് ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഫീൽ എന്താ വെച്ചാൽ, എവിടെ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് ടൈമില്ല. ഇപ്പോഴത്തെ ആളുകൾക്ക് ജനങ്ങൾക്ക് ടൈം എവിടെയും പിന്നെ ചിലവഴിക്കണതിന് ടൈം പോവരുത്. എന്ത് കാര്യം ചെല്ലുക പെട്ടെന്ന് കഴിയണം എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഇപ്പം ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും എല്ലാം അങ്ങനെയാണ് അല്ലേ. ഒരു കടയിൽ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ക്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൈൻഡ് പോകാൻ പറ്റും, അല്ലെ ഇവിടുന്ന് എപ്പോൾ പോകാൻ പറ്റും എന്നുള്ളൊരു മൈൻഡായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമുക്ക് ചെല്ലണ സമയത്ത് അവിടെ ഒരു ഡിലേ ഇല്ലാതെ അത് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടി പോകുന്ന അപ്പോൾ ഒരു മനസ്സംതൃപ്തി ഉണ്ടാവും നമുക്ക്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് ആ ഒരു ഡോക്ടറെ കണ്ടുപോരുന്ന ഒരു കൺസൾട്ട് ചെയ്ത് പോരാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ അന്ന് നമ്മുടെ ഒരു മൈൻഡ് റിലാക്സേഷൻ നന്നായിട്ടുണ്ടാവും. കാരണം അത് കഴിഞ്ഞ് ചെയ്യേണ്ട വേറെ കുറേ പരിപാടികൾ നമ്മുടെ ഷെഡ്യൂളിൽ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അടുത്തൊരു മുനിസിപ്പാലിറ്റിയിൽ ഒരാൾ വരിക എന്നുള്ളൊരു തരത്തിൽ നമ്മൾ അവരെ അഭിമുഖീകരിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ആദ്യമേ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരാൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടിക്കരുത്. കാരണം അവരുടെ ജനപ്രതിനിധിയായിട്ടാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു PSCയിൽ കിട്ടി ജയിച്ച് പഠിച്ച് അത് നമ്മുടെ സ്വന്തം പേഴ്സണലായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിൻ്റെ മേലിൽ കിട്ടുന്നതാണ് ഒരു ജോലി. പക്ഷെ ഇത് ജോലിയല്ല, ഇതൊരു സേവനമാണ്. അപ്പോൾ അത് കർത്തവ്യമാണ്. അത് അപ്പോൾ അത് മാക്സിമം അവർക്ക് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ ജനപ്രതിനിധികൾക്കുമാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക്. ഇവിടെ ഞങ്ങൾ ഈ കൗൺസിലിൽ നേരത്തെയൊക്കെ വരാറുണ്ട്. അപ്പോൾ പ്രതിപക്ഷമൊക്കെ ഇവിടെ ഭയങ്കര ശക്തമാണ്, നല്ല അടിയും പിടിയൊക്കെ ഉണ്ടായ കൗൺസിലൊക്കെയാണ്. കഴിഞ്ഞ കൗൺസിലിൻ്റെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല. ഇപ്പോഴും പ്രതിപക്ഷം മോശമൊന്നുമില്ല. അപ്പോൾ അവരുടെ മെമ്പർമാരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പുതിയ ചെയർപേഴ്സണായിട്ടുള്ള നിങ്ങളവരോട് അത്ര വലിയ തർക്കമൊന്നും ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അവരൊരു പെരുമാറ്റം പുതിയ ചെയർപേഴ്സണോട് എങ്ങനെയാണ്? നമ്മളോട് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ കൗൺസിൽ വരുമ്പോഴുള്ള ഒരു സമീപനം മാത്രമാണ്. പുറത്തൊന്നും നമ്മളോട് ഏത് പ്രതിപക്ഷം ഇപ്പം ഭരണസമിതി എന്ന് പറയാനേ പാടുള്ളൂ. പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പോലും നമുക്ക് പറയാൻ പാടില്ല. കാരണം അത് നമ്മൾ ഒരു ടീമാണ്. ഭരണസമിതി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടീമാണ്. നമ്മൾ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സമഗ്ര വികസനത്തിൽ എല്ലാവരും ഉൾപ്പെട്ട് ഇൻവോൾവ് ആവണം. അല്ലാതെ അവർ ഭരണകക്ഷിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അപ്പോൾ പുറത്തിറങ്ങി അത് ഇവിടെ കൗൺസിൽ വരുമ്പോഴുള്ള ഒരു സമീപനം മാത്രമായിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ് നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ല സപ്പോർട്ടീവ് തന്നെയാണ് ഏത് വിഭാഗമാണെങ്കിലും. രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരോടും നമ്മൾ ഒരുപോലെ തന്നെയാണ്. അതെ അതെ അതെ, അവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ നിലപാടുകളല്ലേ. രാഷ്ട്രീയം നമ്മുടെ വ്യക്തിപരമായ നിലപാടാണ്. ജയിച്ചു വന്നു കഴിഞ്ഞു നമ്മൾ ജനപ്രതിനിധി എല്ലാവരുടെയാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയാണ്. നമ്മളിപ്പോൾ നമ്മളെ വാർഡ് തലത്തിലുള്ള ഇപ്പോൾ ഗ്രൂപ്പുകളിലായാലും അതിലെല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും അംഗങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് ഇത്ര അല്ലല്ലോ വോട്ട് കിട്ടൂ. അപ്പോൾ നമുക്കറിയാലോ ആരൊക്കെ നമുക്ക് വോട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു അവരോട് അങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ആനുകൂല്യം കിട്ടുന്നുണ്ടെങ്കിലും അത് എല്ലാ തലത്തിലും എത്തിക്കണം എന്നുള്ള ഒരു നിലപാടുള്ള ആളാണ് ഞാൻ. അത് ഇതുവരെ അതുപോലെ തന്നെയാണ് എത്തിച്ചിട്ടുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ പാർട്ടി നമ്മൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പാർട്ടി ബേസിൽ ആരെയും കാണണം എന്നുള്ളത് ഇല്ല. അതൊരിക്കലും നമ്മൾ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ പാർട്ടി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്, ഈ ഡ്രൈവിങ്. അത് സാധാരണ സ്ത്രീകളിപ്പോൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ള അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു ഗുഡ്സ് വെഹിക്കിൾ അത് ഡ്രൈവ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ട്
ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ അപൂർവമായ കാഴ്ച തന്നെയാണ്. എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത്? അത് പറയണമെങ്കിൽ കുറേ പറയാനുണ്ട്. പറഞ്ഞോളൂ, സമയമുണ്ട് നമുക്ക്. ഡ്രൈവിങ് പഠിച്ചത് ആദ്യം ഒരു 2 വീല് പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പഠിച്ചതാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമുക്കറിയാലോ ലേണിംഗ് എഴുതുമ്പോൾ രണ്ടിനും അല്ലേ വേറെ എടുക്കുമ്പോൾ ഇനി സെപ്പറേറ്റ്, അപ്പോൾ ഒരുമിച്ചൊരു ലേണിംഗ് എഴുതിയാൽ മതി എന്നുള്ള തലത്തിൽ രണ്ടും കൂടെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ചെടുത്തതാണ്. പിന്നെ വിവാഹം കഴിഞ്ഞ ശേഷമായിരുന്നു ഇതൊക്കെ? അതെ അതെ, ഞാൻ +2 കഴിഞ്ഞ സമയത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഠനവും പിന്നെ ലൈസൻസും അല്ല ഡ്രൈവിംഗ് ഒക്കെ ഹസ്ബൻഡ് പഠിപ്പിച്ച ഹസ്ബൻഡിൻ്റെ ഒരു ഹസ്ബൻഡ് ശരിക്കും ഡ്രൈവറാണോ അതോ എന്താണ്? ആണ് ഹസ്ബൻഡ് കർഷകൻ വിത്ത് ഡ്രൈവറാണ്. കൃഷിയും ഡ്രൈവിംഗ് അത് കാർഷിക ആവശ്യത്തിന് മേടിച്ചതാണ് വണ്ടികൾ വാഹനങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നും കൂടി വിചാരിച്ചല്ലേ? അല്ല, പഠിച്ചതിന് ശേഷം അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇതിലേക്ക് പോയതാണ്. അപ്പോൾ സ്കൂട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ സ്കൂട്ടി പഠിച്ചതാണ്. പിന്നെ വീട്ടിലുള്ള വാഹനങ്ങൾ വെച്ചിട്ട് 4 വീലിൻ്റെ ലൈസൻസ് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വീട്ടിലുള്ള വാഹനം വെച്ച് ഹസ്ബൻഡ് പഠിപ്പിച്ചു തന്നതാണ്. നമ്മൾ ഒരു ലൈസൻസിൽ ശരിക്കും അങ്ങോട്ട് പോകാനുള്ളൊരു ഇത് നമുക്കാവില്ലല്ലോ. നമ്മൾ ലൈസൻസ് എടുത്തു എന്നുള്ളതല്ല, ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലത്തെ വണ്ടി എടുത്തിട്ട് അങ്ങനെ പഠിച്ചതാണ്, ചെറിയ ഗുഡ്സ് ജീറ്റോൻ്റെ മോഡൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വേറൊരു വാഹനം കൂടി മേടിച്ചപ്പോൾ അത് ഹെവി പിക്കപ്പ് മോഡൽ. അപ്പോൾ അതും കൂടെ ഈ ലോങ് ഒക്കെ പോകുമ്പോഴേ ഒപ്പം പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ക്രൈസാണ്. അത് പഠിക്കണ ടൈം വരെ അത് തോന്നിയിരുന്നില്ല. പക്ഷെ പഠിച്ച് അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയപ്പോൾ പിന്നെ അതൊരു ക്രൈസായി മാറിയതാണ്. ഇപ്പോൾ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് തൊടാൻ കൂടെ ടൈമില്ല എന്ന് വേണം, സങ്കടമാണ് ഇപ്പം അത്. എന്നാലും നൈറ്റൊക്കെ വെറുതെ എടുത്തിട്ട് ഹസ്ബൻഡും ഞാനും കൂടെ വെറുതെ പോകും, വണ്ടി എടുത്തിട്ട് വെറുതെ എനിക്ക് ഓടിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോവാറുണ്ട്. നിങ്ങൾ വെറുതെ പോകുന്നതാണോ ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്? ഹസ്ബൻഡ് പിന്നെ ആലപ്പുഴ, കോട്ടയം, അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ തൃശ്ശൂർ. അപ്പം ഞാൻ മക്കളെയൊക്കെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യണം എന്നുള്ള തലത്തിൽ പോവാറാണ്. ഇതിന്റെ മുമ്പേ പോകും. ആ സ്ഥലങ്ങളും കാണാം, ഒരു ടൂറും ആവും, നമ്മുടെ എന്റർടൈൻമെന്റോ, നമുക്ക് ഡ്രൈവും ചെയ്യാലോ. അപ്പോൾ ലോങ് ആയിട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ലോഡ് ഉണ്ടാവും, അപ്പോൾ തരാറില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റക്ക വണ്ടി ലോഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തുണയാണ്, ഒറ്റക്ക് പോകും വേണ്ട. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഓടിക്കും കൂടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹൈവേയിൽ കൂടെ ഒക്കെ ഒന്ന് ഓടിക്കാലോ. നമുക്കിപ്പോൾ ഈ നാട്ടിൻപുറങ്ങളിലൂടെ മാത്രം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആവും. അങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോവാറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കാറില്ല. അങ്ങനെയാണ് ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ള ബന്ധമൊക്കെ. നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നുണ്ടപ്പോൾ നാട്ടുകാരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നു? എന്തെങ്കിലും പറഞ്ഞിരുന്നു? അവിടെ നാട്ടില് ആദ്യം ഹസ്ബൻഡാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇടാന്നൊക്കെ വിളിക്കും. പിന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒന്ന് നോക്കുക. ഇപ്പൊ ആളുകൾക്ക് അറിയാം, ഒന്ന് നോക്കും, ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കും, ഞാനാണോ ഹസ്ബൻഡാണോ, എന്നിട്ടേ സംസാരിക്കുള്ളൂ. അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അവര് ഇപ്പോൾ ട്രിപ്പ് എടുക്കാറുണ്ട്. നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അതിനായിട്ട് മേടിച്ചതാണ് വാഹനങ്ങളൊക്കെ. പക്ഷേ പുറത്തുനിന്നുള്ള ഇപ്പോൾ എപ്പോഴും നമ്മൾ കാർഷിക ആവശ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ, ഓരോ സീസണിലല്ലേ. ഇപ്പോൾ ചേനയാണെങ്കിലും അത് സെയിൽ ചെയ്യേണ്ട ടൈമിലല്ലേ ഉള്ളൂ ഇപ്പോൾ ആ വണ്ടിയുടെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുറത്തുള്ള ട്രിപ്പ് കാര്യങ്ങൾ ആളുകൾ വിളിക്കുമ്പോൾ അതിന് ട്രിപ്പ് എടുത്ത് പോവാറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കായിരിക്കും വണ്ടി എടുത്ത് പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ മക്കളായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ കൈ കാണിച്ച് നിർത്തും, എന്തെങ്കിലും ട്രിപ്പായിട്ട് വരാനാവും. അപ്പോഴാവും ഡ്രൈവർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പറയും, അയ്യോ ഞാൻ സിദ്ധിയാന്ന് വിചാരിച്ചിട്ടാണ് നിർത്തി, സോറി ഇട്ടോ എന്നൊക്കെ പറയും. ഇപ്പോൾ ആളുകൾക്ക് അറിയാം. അപ്പോൾ അവർക്ക് പിന്നെ മനസ്സിലായി, ഒന്നില്ലെങ്കിൽ ഞാനായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ്. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ കാര്യം അന്വേഷിക്കാറുള്ളൂ. അതൊരു ധൈര്യം കൂടിയാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഡ്രൈവ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഒരു ഗുഡ്സ് വെഹിക്കിൾ ഓടിച്ച് അതുപോലെ അത് കുറേ ദൂരെയൊക്കെ പോകുക, ഹൈവേയിലൊക്കെ കയറുക എന്നുള്ളൊരു വലിയ നമുക്ക് സ്വയം ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് കൂടി ഇതിനാവശ്യമാണ്. അതെങ്ങനെ കിട്ടി? അത് കിട്ടി. പിന്നെ നമ്മൾ ഇപ്പോൾ സ്വതവേ ഒരു ലേഡീസ് കാറിൽ പോവുകയാണെങ്കിൽ ആരും അത്ര ശ്രദ്ധിക്കൂല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ഈ ഒരു ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെ മോഡൽ വാഹനങ്ങളിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുക്കും അപ്പോഴുള്ള ആളുകൾക്കൊക്കെ. കണ്ടോ ആദ്യമൊക്കെ എനിക്ക് ഒരു മടി തോന്നിയായിരുന്നു.
അത് ആൾക്കാരെ സംസാരം കേട്ടിട്ടുള്ള മടിയോ താല്പര്യമില്ലായല്ലോ. താല്പര്യമായിട്ടാണ്. പിന്നെ എന്നാലും ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാറില്ല. ഇപ്പോഴും പോകാറില്ല. എൻ്റെ വീരമംഗലം ഭാഗത്തേക്ക് അതുവരെ പോയിട്ടില്ല. വണ്ടി ഗുഡ്സ് എടുത്തിട്ട് പോയില്ല. പക്ഷേ ഈ പ്രചരണ സമയത്ത് ന്യൂസിൽ കണ്ടപ്പോഴായിരിക്കും അവർക്ക് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുള്ളത് അവരിപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് കാരണം നമ്മൾ അറിയണ ആളുകളല്ലേ, നമ്മൾ അറിയണ ആളുകൾ മടി, അപ്പോൾ ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ അറിയാത്ത ആളുകളുടെ മുന്നിൽ നമുക്ക് ഒരു മടി ആവശ്യമില്ല തോന്നിയാ. പിന്നെ അറിയില്ലല്ലോ, വേറെ ഭാഗത്ത് പോകുമ്പോൾ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. അപ്പോൾ പിന്നെ ഇപ്പം എന്താ നമ്മളെ അല്ല, ഞാൻ ഇതുവരെയും പോയിട്ടില്ല. ഫുഡ്സ് എടുത്തിട്ട് എൻ്റെ നാട്ടിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഈ ന്യൂസിൽ പത്രത്തിലൊക്കെ വന്നിട്ടാണ് അവർക്ക് ഈ പ്രചരണ സമയത്ത് ഇപ്പൊ അവരെ ചെല്ലുമ്പോ അവിടെ ഉള്ള ആളുകൾക്ക് അറിയാം ഈ ഇതൊക്കെ ഓടിക്കൂല്ലേന്ന്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇപ്പോൾ വനിതാ ദിനം കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വനിതയ്ക്ക് ഒരുപാട് പറയാനുണ്ടാവും വനിതകളോട്. പല കാരണം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ പഠിക്കും, അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒരുപാട് വനിതകളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശം എന്താണല്ലോ? ഇപ്പോൾ നമ്മളൊരു രംഗത്തേക്ക് ഇറങ്ങിയതാണല്ലോ. ഏത് രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും നമുക്ക് വനിതകളാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു സപ്പോർട്ടീവ് ഇല്ലാതെ ഒരാൾക്കും എവിടെ എത്താൻ കഴിയില്ല. ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് എനിക്ക് എത്താൻ കഴിയില്ലായിരുന്നു. എനിക്കിപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ എൻ്റെ കട്ടക്ക് നിൽക്കണമെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്തിനു സമ്മതമായിട്ടും. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്ര പബ്ലിസിറ്റി കിട്ടിയത് ഈ ഡ്രൈവിംഗ് മേഖലയിൽ, ഈ ഡ്രൈവിംഗ് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട്, ബൈക്ക് പോലത്തെ വാഹനം ഡ്രൈവ്, അതിനുള്ളൊരു നമുക്കൊരു സപ്പോർട്ട് തന്നത് ഹസ്ബൻഡാണല്ലോ. അപ്പോൾ വനിത എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ വനിതകളോട് പറയാനുള്ളത്, അവർ സ്വയം മുന്നോട്ട് വരാൻ ശ്രമിച്ചാലും അവർ ബാക്കിൽ നിന്ന് ഒരു പുഷപ്പില്ലാതെ ഏതൊരു വനിതയുടെയും ബാക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പുരുഷൻ്റെ ബാക്കിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്നൊരു കമൻ്റ് ഉണ്ടല്ലോ അവരുടെ ഏത് വളർച്ചക്കും. അതുപോലെ ഒരു സ്ത്രീയുടെ ഏത് വളർച്ചക്കും ബാക്കിൽ ഒരു പുരുഷനും ഉണ്ടാവും. സപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് വിജയിക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ ഏത് വനിതയും എവിടെയും എത്തുള്ളൂ. അല്ല സപ്പോർട്ട് ഇല്ലാതെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് സപ്പോർട്ട് വേണം. ഫാമിലിയുടേതായാലും നമ്മുടെ ആ ഒരു മേഖലയിൽ നിൽക്കുന്നവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ എത്താൻ കഴിയില്ല. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് പറ്റുന്നവരുണ്ടായിരിക്കാം, ഒറ്റക്ക് നിന്ന് പൊരുതി നേടിയവരൊക്കെ ഉണ്ടായിരിക്കാം, അവരൊന്നും തെറ്റു പറയല്ല. പക്ഷെ എന്നാലും ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലി കൂടെ നമുക്ക് അതിൽ മുന്നോട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ വനിതകളുണ്ടാവാം. പക്ഷേ വനിതകളോട് പറയാനുള്ളത്, നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടി മുന്നോട്ട് പോവാൻ ശ്രമിക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്യണേക്കാളും കൂടുതൽ അതിനൊരു നമുക്കൊരു ബലം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡ് ഉണ്ടാവുക, കൂടുതൽ അവരുടെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അതിൽ ഷൈൻ ചെയ്യാൻ കഴിയും എന്നതാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു, ചെയർപേഴ്സൺ ആയി കഴിഞ്ഞു, അധ്യാപക മോഹം ഉപേക്ഷിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ഇപ്പോഴും പിന്നെ അത് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ട്യൂഷൻ, ഞാൻ കൗൺസിലർ ആയാലും നമ്മൾ പ്രചരണ സമയത്ത് പോലും ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തേർന്നില്ല. ഉണ്ടായിരുന്നു. കാരണം പ്രചരണ സമയത്ത് വൈകുന്നേരം വരെ പോയാലും രാത്രി 7 മണി 8 മണിക്ക് ഞാൻ വിളിച്ചാൽ അവർ വരും. 9 മണി 10 മണി വരെ പ്രദേശത്തുള്ള കുട്ടികൾ തന്നെയാണ്, വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അവർ അമ്മമാർ വന്ന് കൊണ്ടുപോയി. അവർക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കൗൺസിലർ ആകുമ്പോൾ നമുക്ക് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കൗൺസിലിങ്ങും ആ ഒരു വാർഡിലത്തെ കാര്യം മാത്രം നോക്കലും, ഇവിടെ വരാണെങ്കിൽ നമുക്ക് ആ ടൈം ആകുമ്പോഴേക്കിന് സ്കൂൾ വിടുന്ന ടൈം ആകുമ്പോൾ പോവാന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ നിർത്താതെ പോയി. പക്ഷേ ചെയർപേഴ്സൺ എന്നുള്ള ആ ഒരു പദവി കൂടി ലഭിച്ചപ്പോൾ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവർക്ക് പകരം ഒരു ട്യൂട്ടറെ ഞാൻ വെച്ചു. പക്ഷെ അവർക്ക് അതൊന്നും പറ്റിയില്ല. നമ്മുടെ ടീച്ചറാണെങ്കിൽ മതി, അല്ലെങ്കിൽ വിടണില്ല എന്നുള്ള താല്പര്യം വീട്ടുകാർക്കും മക്കൾക്കും താല്പര്യമല്ല. അപ്പോൾ പിന്നെ നിർത്തി. ഇപ്പോഴും വിളിക്കും മക്കൾ,
ഇപ്പോൾ LSS USS ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എന്നെക്കാൾ കഴിയണ തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ റെഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല. എന്നാലും നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന നോട്ട്സൊക്കെ കിട്ടുമല്ലോ, പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നോട്ട്സൊക്കെ ഞാൻ വിട്ടുകൊടുത്തായിരുന്നു. അവർക്ക് ബാക്ക് സപ്പോർട്ട് നന്നായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോഴും പറയും അത് നമുക്ക് വിഷമമാണ്. നമ്മളെ കൈകളിൽ നിന്ന് വന്നിട്ട് പിന്നെ വേറെ ടീച്ചേഴ്സിനെ ഞാൻ ആക്കി കൊടുത്തു. പിന്നെ അവരുടെ ഭാവി പോവാൻ പാടില്ലല്ലോ, അത് ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മളിതിൻ്റെ ഒപ്പം അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പഠനം പഠനം കഴിഞ്ഞു. PSC എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിപ്പോൾ ടൈം കിട്ടണില്ല. ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഏതായാലും ഏജ് കൂട്ടിയാലോ ആ ഒരു സന്തോഷത്തിലാണ്. അത് നന്നായി. അപ്പോൾ പിന്നെ നമ്മൾ ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞു, മറ്റു കുടുംബം ആരൊക്കെയാണ് വീട്ടിൽ? മക്കളൊക്കെ വീട്ടില് 3 മക്കളാണ്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. വലിയ മോള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ആള് 5ാം ക്ലാസ്സിലാണ്. ചെറിയ ആള് UKG, ഇനി 1ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ രാഷ്ട്രീയ തിരക്കൊക്കെ ആയപ്പോൾ നമുക്ക് അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? അവര് ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഞാൻ വളർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്ര തന്നെ ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അവരെ കാര്യങ്ങളൊക്കെ അവരെന്നെ ഒരുവിധം ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്കൂളിലേക്ക് പോണ ഇതാണെങ്കിലും അവരുടെ ടിഫിനാക്കലും കാര്യങ്ങളും ഒരു വയസ്സ് വരെയുള്ളൂ ഞാൻ ചെയ്തില്ല. പിന്നെ സ്വയം ചെയ്യേണ്ട ഒരു ടൈം ആയപ്പോൾ ഇപ്പോൾ ചെറിയ ആൾ തന്നെയാണെങ്കിലും അവൻ്റെ കാര്യമൊക്കെ അവന് ചെയ്യും. നമ്മൾ ചെയ്യണില്ല എന്നല്ല, പിന്നെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊന്ന് കുറച്ചും കൂടി അവരുടെ കൂടെ ഇരിക്കേണ്ടത് എന്നാണ് എനിക്ക്. അതിനിപ്പോൾ കുറച്ച് ടൈമിൽ കിട്ടണില്ല. അതിനിപ്പോൾ ട്യൂഷന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല കുറേയൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ചോദിക്കാൻ കാരണം പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നതുകൊണ്ടാണ്. സാധാരണ ചോദിക്കേണ്ട ആവശ്യമില്ല. ഹസ്ബൻഡ് ചെയ്യലുണ്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. മറ്റേത് അതൊന്നും അറിയില്ലായിരുന്നു. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം. ഈ നഗരസഭയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ, ഒപ്പം നിന്ന് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് 5 വർഷത്തോളം ഇനി കടക്കുക തന്നെയാണ്. അപ്പോൾ എന്താണ് ജനങ്ങളോടൊന്ന് പറയാനുള്ളത് ഈ അവസരത്തിൽ? ജനങ്ങളോട് പറയാനുള്ളത് നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. എന്നെങ്കിലേ ഉള്ളൂ നമുക്കും ആ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു വിശ്വാസം. ജനങ്ങൾ തന്നെയാണ് നമ്മുടെ പിൻബലം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും താങ്ക് യു. ഞങ്ങളോട് ചെയർപേഴ്സണായി അധികാരമേറ്റ ശേഷം അല്പനേരം സമയം ഈ ഇൻ്റർവ്യൂവിന് അനുവദിച്ച് തന്നതിൽ താങ്ക് യു വെരി മച്ച്. സന്തോഷം.